വെള്ളം സിനിമ ഷൂട്ട് ചെയ്ത വീട്ടിലെത്തിയിട്ടുണ്ട്. ഈ വണ്ടിയിലാണ് വെള്ളം അടിച്ച് ഓഫായിട്ട് ആളെ കൊണ്ടുപോകണം ജയസൂര്യനെ. ജയസൂര്യ ആത്മഹത്യ ചെയ്യാൻ വേണ്ടി പോകുന്ന ഒരു മാവുണ്ട്. Wish all the hashtags, likes and tweets will find a way to get lost. And yet you'll never say nothing. എല്ലാവർക്കും നമസ്കാരം കേട്ടോ. നമ്മുടെ മറ്റു പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പോൾ ഞാനും ഉജിത്ത് നിൽക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ തളിപ്പറമ്പ് പോവുകയാണ്. തളിപ്പറമ്പ് എന്തിനാണ് പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ലോക്ക്ഡൗണിന് ശേഷം ഇറങ്ങിയ ഏറ്റവും സൂപ്പറായിട്ടുള്ള സിനിമയുടെ ലൊക്കേഷനാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ആ സിനിമ ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഞാൻ ഡൗട്ട് അടിപ്പിക്കുന്നില്ല, എൻ്റെ ബാക്കിലേക്ക് നോക്കിയാൽ മതി, കംപ്ലീറ്റ് വെള്ളമാണ്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കി കാണും ഏത് സിനിമയുടെ ലൊക്കേഷനാണ് നമ്മൾ കാണിക്കാൻ വേണ്ടി പോകുന്നത്. മറ്റന്മാരെ വേറൊന്നുമല്ല, നമ്മുടെ ജയസൂര്യ തകർത്ത് അഭിനയിച്ച് മുരളി എന്ന ക്യാരക്ടറായിട്ട് ജീവിച്ച ആ ഒരു സിനിമയില്ല, നമ്മുടെ വെള്ളം എന്ന് പറഞ്ഞ സിനിമ, അതിൻ്റെ ലൊക്കേഷൻ തളിപ്പറമ്പാണ്. അപ്പോൾ ആ തളിപ്പറമ്പിലുള്ള ആ ലൊക്കേഷനാണ് ഞങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് ഞാൻ ഉജിത്തും പോകുന്നത്. അതുമാത്രമല്ല കണ്ണൂരിൽ വന്നിട്ടുള്ള ഫസ്റ്റ് വീഡിയോ ആണ് കേട്ടോ. അല്ലടാ, കണ്ണൂരിൽ നമ്മൾ ഫസ്റ്റ് ഇറങ്ങുന്നത് ഫസ്റ്റ് വീഡിയോ ആണ് ഞാൻ ഉജിത്തൂടെ. അപ്പോൾ കണ്ണൂരിൽ ഇതുപോലെ അടിപൊളി കിടുമാസ് പ്ലേസും അതുപോലെ ഫിലിം ലൊക്കേഷനൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ നമുക്ക് സജസ്റ്റ് ചെയ്യുക, കമൻറ്റ് ബോക്സിൽ വന്ന് പറഞ്ഞു തരിക. അപ്പോൾ ഇപ്പം ഞാൻ നിൽക്കുന്നത് നീലീശ്വരം കഴിഞ്ഞ് പയ്യന്നൂരിൻ്റെ ഇടയ്ക്കുള്ള ഒരു റൂട്ടിലാണ്. അപ്പോൾ ഇവിടെ നല്ലൊരു സീനറി, നല്ല കിട്ടുമാസ് ഒരു ഏരിയ കണ്ടപ്പോഴത്തേന് ഞാനും ഉജിത്ത് ഇവിടെ അങ്ങ് നിർത്തിയിട്ട് ഇവിടെ നിന്ന് അങ്ങ് ഇൻട്രോ പറയാമെന്ന് വിചാരിച്ചു. ഇതിനുശേഷം നമ്മൾ പോകുന്നത് തളിപ്പറമ്പാണ്. തളിപ്പറമ്പ് പട്ടു എന്ന് പറഞ്ഞൊരു സ്ഥലത്താണ്. അപ്പോൾ ഈ സ്ഥലം കാണിച്ചു തരാൻ ഒരുപാട് നമ്മുടെ ചങ്ക് ബഡീസ് നമുക്ക് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് കേട്ടോ. പേഴ്സണലി പറയുകയാണെങ്കിൽ റിസാൽ എന്ന് പറഞ്ഞൊരു ചങ്ക് കറക്റ്റായിട്ട് കാര്യങ്ങളൊക്കെ അവൻ്റെ ഫ്രണ്ട്സിനോട് ചോദിച്ച് കറക്റ്റായിട്ട് അയച്ചു തന്നിട്ടുണ്ട്. പിന്നെ സാബിർ എന്ന് പറഞ്ഞ നമ്മുടെ ചങ്ങായി ഉണ്ട്, അവനും കറക്റ്റായിട്ട് നമുക്ക് സ്ഥലങ്ങളൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ട്. പക്ഷേ ആ സ്പോട്ട് എവിടെയാണെന്ന് അവിടെ ചെന്നിട്ട് തന്നെ നമുക്ക് മനസ്സിലാക്കി എടുക്കണം. അപ്പോൾ അവിടെ ചെന്ന് കഴിഞ്ഞാൽ നമ്മൾ സിനിമ കണ്ടതുപോലെ തന്നെ എന്താ പറയുക, നമ്മൾ ശരിക്കും ഓരോ സ്ഥലങ്ങൾ ഒപ്പി എടുക്കണം. അപ്പോൾ എന്താ പറയുക, തിയേറ്ററിൽ ഇപ്പോഴും വളരെ അടിപൊളിയായിട്ട് ഓടിക്കൊണ്ടിരിക്കുന്ന സിനിമയാണ് വെള്ളം. അപ്പോൾ വെള്ളം സിനിമ ഷൂട്ട് ചെയ്ത ഓരോ ലൊക്കേഷനാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ നമ്മുടെ ചാനൽ നിങ്ങളിതൊരു സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ആണെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. അപ്പോൾ ജസ്റ്റ് നിങ്ങൾ ഈ സീനറി ഒന്ന് കാണുക, എന്നിട്ട് നമുക്ക് പതിയെ അങ്ങോട്ട് വിടാം. അപ്പോൾ ഉജിത്തെ പൊളിക്കണ്ടേ ഇന്ന്? ഓക്കെ, അപ്പോൾ ഇന്ന് നമ്മൾ മാക്സിമം എടുത്തോ പൊളിക്കണ്ടേ? ഇത് പൊളിക്കാനല്ല. ഓക്കെ, പോയി. അപ്പോൾ ഇന്ന് മാക്സിമം എന്താ പറയുക, നമ്മൾ ഡെഡിക്കേറ്റ് ചെയ്തിട്ട് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ കിട്ടാലോ. Always do it on my own, so I gotta get through it. And the only thing I know is to love what I'm doing. Never give up, never slow, till I finally prove it. Never listen to the no's, I just wanna keep moving. Keep my head up when I act, head up, that's a fact. Never looking back, I'ma keep myself on track. Keep my head up, staying strong, always moving on. Feel I don't belong, tell my thoughts to move along. Push myself to be the best, die with no regrets. Live with every breath, see my message start to spread. And I had so many dreams, then you hit your teens. Life ain't really what it seems, try to find out what it means. ചേട്ടാ, ഈ പട്ടു എവിടെയാ? പട്ടു മറ്റേ വെള്ളം സിനിമ ഷൂട്ട് ചെയ്തേ ജയസൂര്യയുടെ. അതെ ഓക്കെ, താങ്ക്സ് ചേട്ടാ. ഓക്കെ, ഈ വണ്ടിയിലാണ് വെള്ളം അടിച്ച് ഓഫായിട്ട് ആളെ കൊണ്ടുപോകുന്നത് ജയസൂര്യനെ. അപ്പോൾ ചേട്ടൻ ഇതിനകത്ത് അഭിനയിച്ചിട്ടുണ്ടോ? ഓ, ഈ വണ്ടി അഭിനയിച്ച വണ്ടിയാണ് അല്ലേ? സോ നമ്മൾ ആ സിനിമ ഷൂട്ട് ചെയ്ത വീട്ടിലേക്ക് നമ്മൾ പോവുകയാണ്. അപ്പം അത് ഷൂട്ട് ചെയ്യാൻ വേണ്ടി പോകുമ്പോഴത്തേന് മെയിൻ ടൗൺ എന്ന് പറഞ്ഞാൽ പട്ടുവം എന്ന് പറയുന്ന സ്ഥലമാണ്. ഇതാണ് വെള്ളിക്കൽ ജംഗ്ഷൻ. അപ്പോൾ വളരെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ഞങ്ങളൊരു ചേട്ടനോട് വഴി വയ്ക്കണം. അപ്പോൾ ചേട്ടൻ പറഞ്ഞ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വണ്ടിയാണ് ആ സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട് കേട്ടോ. അതായത് നമ്മുടെ ജയസൂര്യനെ വെള്ളം അടിച്ച് അല്ലേ, അതെ, വെള്ളം അടിച്ച് ഓഫായിട്ട് ഈ വണ്ടിയിൽ ഇവിടെയാണ് ഓഫായിട്ട് എടുത്തിട്ട് കൊണ്ടുപോകുന്നത്. ആ സീൻ എവിടെ വെച്ചായിരുന്നു ചേട്ടാ ഷൂട്ട് ചെയ്തത്? മുള്ളൂര് വെച്ചിട്ടാണ് ഷൂട്ട് ചെയ്തത് അല്ലേ? അപ്പോൾ ഈ വണ്ടിയാടാ അത് ജയസൂര്യനെ എടുത്തിട്ട് പോയ വണ്ടി, ഫുള്ള് കാണിച്ചോ. അപ്പോൾ ഈ സീറ്റിൽ ഇരുന്നിട്ടാണ് നമ്മുടെ ജയസൂര്യ വെള്ളം അടിച്ച് ഓഫായിട്ട് ഈ വണ്ടിയിലാണ് കൊണ്ടുപോകുന്നത്. ആ നൈറ്റ് ഷൂട്ട് അല്ലേടാ?
നൈറ്റ് അല്ല, ഒരു ഈവനിങ് ഓക്കെ നൈറ്റ് ഒരു 6-7 മണിയൊക്കെ ആയിരുന്നു. ഓക്കെ. ഒരു 6:30-7:30 ആവുന്ന സമയത്താണ് ഈ ഷൂട്ട് നടക്കുന്നത് കേട്ടോ. അപ്പോൾ ഈ വണ്ടിയിലാണ് ശരിക്കും ഇവിടെ ഇരുന്നിട്ടാണ് നമ്മുടെ ജയസൂര്യനെ കൊണ്ടുപോയത്. അപ്പോൾ ജയസൂര്യ ഇരുന്ന ഷൂട്ട് ചെയ്ത മുരളിയായിട്ട് ഓഫായിട്ട് പോയ ആ ഒരു ഫോട്ടോയും ഈ ഒരു സിറ്റുവേഷനും. അപ്പോൾ ഇതിൻ്റെ ഓണറാണ് ഈ ചേട്ടൻ പേരെന്ന് പറയാട്ടാ? ദീപേഷ് ചേട്ടൻ ഇവിടെ തന്നെയാണോ പഠിക്കുന്നത്? ഓക്കെ. അപ്പോൾ ഇനിയിപ്പോൾ ഞങ്ങൾ ലൊക്കേഷൻ കാണാൻ വേണ്ടി പോവാണ്. ഓക്കെ. അവിടെ ആ വീട്ടിലെ ആൾക്കാരൊക്കെ ഉണ്ടോ, താമസമുണ്ടോ? അവർ പറഞ്ഞ ഷൂട്ട് ചെയ്യാൻ സമ്മതിക്കും? അത് നമ്മൾ ആ തിയേറ്ററിൽ പോയി കാണുമ്പോഴത്തേന് ശരിക്കും പറഞ്ഞാൽ നമ്മളെ വല്ലാതെ കരഞ്ഞു പോകും അല്ലേ? അതെ. പക്ഷേ പുള്ളിക്കാരൻ അവിടുന്ന് ചെയ്ത അവരാ അഭിനയത്തിന്റെ ഇതില്ലേ, നിലത്തൊക്കെ കടന്നിട്ട് താടിക്കൊക്കെ കണ്ടുകൂടിയല്ല ആ ഒരു വരാൻ വേണ്ടിട്ട് പിന്നെ നിലത്ത് ഇതുപോലത്തെ സ്ഥലത്ത് കിടന്നിട്ട് ഇങ്ങനെ താടിയൊക്കെ നിലത്തിട്ട് അടിച്ചിട്ട് ആ ഒരു ശരിക്കും സത്യം പറഞ്ഞാൽ സീരിയസ് ചേട്ടൻ ഷൂട്ട് കണ്ടായിരുന്നു? ഞാൻ കണ്ടു. എന്റെ വണ്ടി കൊടുത്തിട്ടുണ്ടായിരുന്നു. വണ്ടി കൊടുത്തിട്ടുണ്ട്. വണ്ടി കൊടുത്ത് ഞാൻ ഒരു വൈകുന്നേരം 3 മണിയായപ്പോൾ പോയതാ. എന്നെ വിളിച്ച് പറഞ്ഞു അവരിങ്ങനെ വണ്ടി വേണമെന്ന് പറഞ്ഞപ്പോൾ ഞാനൊരു 3 മണിയായിട്ട് പോയത്. 7 മണിയായി ഷൂട്ട് തുടങ്ങുമ്പോൾ 7 മണിയായി. എൻ്റെ വണ്ടി ഷൂട്ട് ചെയ്യുമ്പോൾ പുള്ളിക്കാരൻ ഒന്നും പറയാനില്ല. സത്യം ഒരാൾക്കും ഒരു പറയാൻ പറ്റില്ല, കാരണം ജീവിച്ച് കാണിച്ചു. എന്താ പറയാ, ആള് ശരിക്കുമുള്ള മുരളിയേട്ടൻ തന്നെ പറയുന്നത് എന്നെക്കാളും നന്നായിട്ടുണ്ടല്ലോ. ഒരുപാട് 2-3 ഇന്റർവ്യൂ കണ്ടിട്ടുണ്ട്. അതെ. അപ്പൊ എന്തായാലും ഞങ്ങൾ അങ്ങോട്ട് ചെല്ലൂടാ. ഓക്കെ, താങ്ക്സ്. Always do it on my own, so I gotta get through it. And the only thing I know is to love what I'm doing. Never give up, never slow, till I finally prove it. Never listen to the no's, I just wanna keep moving. Keep my head up when I act, head up, that's a fact. Never looking back, I'ma keep myself on track. Keep my head up, staying strong, always moving on. Feel I don't belong. അപ്പോൾ നമ്മൾ സ്ഥലത്ത് എത്തിയിട്ടുണ്ട് കേട്ടോ. ഇതാണ് സ്ഥലം. ഇവിടെ നിന്ന് ഉള്ളിലേക്ക് കയറി പോകണം എന്നാണ് അവിടെ നിന്ന് ആൾക്കാർ പറഞ്ഞത്. പോയി നോക്കാം. പോയി നോക്കിയിട്ട് അവിടെ ആൾക്കാരുണ്ടോ ഇല്ലയോ എന്നെനിക്കറിയത്തില്ല. അവിടെ വീട്ടിൽ ആൾക്കാരുണ്ടെന്നാണ് പറഞ്ഞത്. അപ്പോൾ ചോദിച്ചിട്ട് നമുക്ക് ഷൂട്ട് ചെയ്യാം. ഇവിടുന്ന് താഴേക്ക് ഇവിടുന്ന് താഴേക്ക് ഒരു കട്ടർ. ഫൈനലി നമ്മൾ വെള്ളം സിനിമ ഷൂട്ട് ചെയ്ത വീട്ടിലെത്തിയിട്ടുണ്ട് കേട്ടോ. ഒരുപാട് സന്തോഷമുണ്ട്. നമ്മളിവിടെ വന്ന് അവിടെ ആൾക്കാരുണ്ടായിരുന്നു. അപ്പോൾ അവരോട് ചോദിച്ചു നമ്മൾ ഷൂട്ട് ചെയ്തോട്ടെ. അപ്പോൾ ഓക്കെ, കുഴപ്പമില്ല. ഭയങ്കര സഹകരണം കേട്ടോ, നല്ല സ്നേഹത്തോടെ നമ്മളോട് വേണ്ടി. പിന്നെ അവർ അവിടുത്തെ ചേച്ചിമാർ ജയസൂര്യൊക്കെ ഇവിടെ വന്ന് ഉള്ള സമയത്ത് അവർ രാവിലെ വരും, വൈകിട്ട് പോകും. ആ സമയത്തൊക്കെ നല്ല കമ്പനി ആയിരുന്നെന്നാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ എന്താ പറയുക, നമ്മുടെ ജയസൂര്യ അഭിനയിച്ച് തകർത്ത ആ ഒരു വീടാണ് കേട്ടോ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വെള്ളം സിനിമ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കെല്ലാം അറിയാം. ആ സിനിമ ഹിറ്റാവാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ശരിക്കും പറഞ്ഞാൽ ഒരു ജീവിതമാണ്. ആ ജീവിതം വരച്ച് കാട്ടിയേക്കല്ലേ ശരിക്കും. അതെന്താ ഇത്ര ഹിറ്റാവാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനകത്ത് ശരിക്കും ഒരു സിനിമയിൽ നമ്മൾ കാണുന്നത് പോലെ വലിയ അടിയോ വലിയ സംഭവങ്ങളൊന്നുമില്ല. പക്ഷേങ്കിൽ ആ പടം എന്തുകൊണ്ട് വിജയിക്കുന്നു, എന്തുകൊണ്ട് നമ്മുടെ എല്ലാവരുടെയും മനസ്സിൽ കയറിയെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്ന് പറയാതിരിക്കാൻ വയ്യ നമ്മുടെ ജയേട്ടൻ്റെ അഭിനയം. രണ്ടാമത്തേന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു ജീവിതം. ശരിക്കും ഒരു മനുഷ്യൻ എങ്ങനെ ആവരുത് എന്ന് കാട്ടിത്തന്ന ഒരു സിനിമയല്ലേ. അപ്പോൾ അതുകൊണ്ട് ഭയങ്കര ഒരു എന്താ പറയുക, നമുക്കെല്ലാം വല്ലാതെ ടച്ച് ചെയ്ത സിനിമ. ശരിക്കും ഞാൻ ആ സിനിമ കണ്ടിട്ടിരുന്ന് എനിക്ക് വല്ലാതെ കരഞ്ഞുപോയി. ആ ഒരു ചില സീൻസൊക്കെ, ജയസൂര്യക്ക് അടി കിട്ടുന്ന ഒരു സീനൊക്കെ ഉണ്ട്. അതായത് ആ ഒരു സീനൊക്കെ പെട്ടെന്ന് ഷോക്കായിപ്പോയ ഒരു സീനാണ്. നമുക്ക് ചേട്ടൻ അഭിനയിച്ച ആ വീട്, എന്നും വെള്ളം അടിച്ചിട്ട് വന്ന് ബഹളം ഉണ്ടാക്കുന്ന ആ ഒരു വീടാണ് ഞാൻ കാണിച്ചു തരാൻ വേണ്ടി പോകുന്നത്. അതിനകത്ത് ഓരോ സ്പോട്ടുകൾ, ആത്മഹത്യ ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുന്ന ആ ഒരു കിണർ, അതിനകത്തോട്ട് എടുത്ത് കിടന്ന ആ സീന്, അങ്ങനെ കുറേ സംഭവങ്ങൾ ഇവിടെ കാണിച്ചു തരാനുണ്ട്. അപ്പോൾ എല്ലാം നമുക്ക് ആ മുരളി എന്ന കഥാപാത്രം ഇവിടെ ഒക്കെ ഉണ്ട് എന്ന് എനിക്കിപ്പോഴും തോന്നിപ്പോകുന്നത്. അപ്പോൾ നമുക്ക് അങ്ങോട്ടേക്ക് പോകാം. ഇവിടെ വന്നിട്ടാണ് മുരളി എന്ന ആ ഒരു ആള് എന്നും വന്നിട്ട് വഴക്കുണ്ടാക്കുന്ന ഒരു സീൻ. അതായത് ഈ ഭാഗത്ത് ഇരുന്നിട്ടാണ് ശരിക്കും ബിരിയാണി കഴിക്കാൻ വേണ്ടി തുടങ്ങുന്ന ഒരു സീനുണ്ട്. ഇവിടെയാണ് കേട്ടോ. അതേപോലെ തന്നെ ഇവിടെ ഓപ്പോസിറ്റ് ആളുടെ വൈഫുണ്ടാവും. അപ്പോൾ ഇവിടെ നിന്ന് എണീറ്റിട്ട് ഭക്ഷണം കൊടുക്കാൻ വേണ്ടി തുടങ്ങുന്നു. അപ്പോഴത്തേനാണെന്ന് ഇവിടെ നിന്ന് എന്താ പറയുക, ആള്
നമ്മളെ മുരളി എന്ന് പറഞ്ഞ ക്യാരക്ടറിനെ ഇതാ ഇങ്ങോട്ടേക്ക് തള്ളിയിടുന്നു. ശരിക്കും ഇതാ ഇവിടെ കിടന്നിട്ടാണ് കേട്ടോ ആ ഒരു സീൻ. അതായത് ചേട്ടൻ ഇവിടെ വീഴുന്നു, ഇവിടെ വീണിട്ടാണ് എന്നിട്ട് ഇവിടെ നിന്നാണ് അവർ തമ്മിൽ അത് ഭാര്യ കുത്താൻ വേണ്ടി തുടങ്ങുന്നത്, കുത്താൻ വേണ്ടി അതായത് വഴക്കുണ്ടാക്കുന്ന അടി കിട്ടുന്നതൊക്കെ. അപ്പോൾ ഇവിടെ എല്ലാം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മണ്ണൊക്കെ ആയിട്ടുണ്ട് ചേട്ടൻ്റെ. അതിനുശേഷം ഭാര്യ എണീറ്റ് പോകുന്നു. എണീറ്റ് പോയതിന് ശേഷം ചേട്ടൻ പിന്നെ ഇവിടെ നിന്ന് എണീറ്റ് ഇവിടെ വരുന്നു. എന്നിട്ട് പിന്നെ ഇരുന്നിട്ട് ഇവിടുന്ന് ബിരിയാണി കഴിച്ചിട്ട് ഇങ്ങനെ അങ്ങോട്ട് ബിരിയാണി എടുത്തിട്ട് നിന്നിട്ട് ഇവിടെ നിന്ന് ഇങ്ങനെ നല്ല മത്താണ് ആൾക്ക്. എന്നിട്ടാണ് പറയുന്നത് ചീത്തയൊക്കെ വിളിച്ച് ഇവിടെ ഇങ്ങനെ ഇരിക്കുന്നു. അങ്ങനെ എല്ലാ ദിവസവും വന്നിരിക്കുന്ന ഒരു സീനാണിത്. നമ്മുടെ മുരളി ശരിക്കും വെള്ളം അടിച്ച് ഇവിടെ എന്നും വന്ന് ഇതുപോലെ ഇരിക്കുക. ഇവിടെ ഇരിക്കുമ്പോഴത്തേനാണ് ഇവിടെ മേശയുണ്ട്. ആ മേശ ശരിക്കും എടുത്തുകൊണ്ട് പോയി വിൽക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ചങ്ങലയിട്ടത് ഈ സ്ഥലത്താണ് കൂട്ടിയിരുന്നത് കേട്ടോ. ലെക്ക് ഇട്ട് വണ്ടിയിൽ ആൾക്കാർ കൊണ്ട് ഇറക്കുന്ന സീനാണ് ഇതാ ഇവിടെ കേട്ടോ. ഇവിടെ കൊണ്ടുപോയിട്ട് ആളെ കിടത്തും. അതും ഇതാ ഈ ഏരിയയിലാണ് കേട്ടോ. അപ്പോൾ ഈ മിറ്റമാണ് ഇങ്ങനെ വെള്ളം അടിച്ച ആ ഒരു സീനിന് സാക്ഷിയായ ഒരു സ്ഥലം. ഈ മുരളി എന്ന ആള് വീണ്ടും വെള്ളം അടിച്ചിട്ട് ഒരു ദിവസം കയറി വരുമ്പോഴത്തേന് ആള് വിചാരിച്ച് രാത്രി അപ്പോൾ ഇതാ ഇവിടെ ഒരു കസേര ഇവിടെയുണ്ട്, ഇവിടെ വന്നിരിക്കുമ്പോഴത്തേന് അടുക്കളയിൽ അമ്മേനെ കാണാം, അവിടെ ആ സൈഡിൽ മോളും ഭാര്യയുണ്ട്. അപ്പോൾ ആള് വിചാരിക്കും ഇവരാരും ഉറങ്ങിയില്ലേന്ന്. അപ്പോഴത്തേന് പെട്ടെന്ന് ഇത് ഇവിടെ തന്നെയാണ് കേട്ടോ ജയസൂര്യ ഇരിക്കുന്നത്. അപ്പോൾ പെട്ടെന്ന് കോഴി പോകുമ്പോഴത്തേന് ആള് സമയം നേരം വെളുത്താം നോക്കുമ്പോഴത്തേന് 5:30 അച്ഛൻ വരുന്നുണ്ട്. 5:30. അപ്പോൾ അത്രയും നേരം വെള്ളം അടിച്ച് എവിടെയൊക്കെയോ കിടന്നിട്ട് ആൾ കയറി വരുമ്പോഴത്തേന് രാത്രിയായെന്ന് വിചാരിച്ച് വരുന്നത്. അപ്പം ഏട്ടൻ ഇരുന്ന ആ സ്ഥലമാണ് കേട്ടോ അതായത് ആ ഒരു സീനിൽ നിങ്ങൾക്ക് ആ സിനിമ കണ്ട എല്ലാവർക്കും ഓർമ്മയുണ്ടാവും. ജയേട്ടൻ ആദ്യം വന്നിരിക്കുന്ന ആ ഒരു സ്ഥലമാണ് ഈ ഒരു സ്പോട്ട്. എല്ലാം നഷ്ടപ്പെട്ട് അവസാനം സ്വയം തൻ്റെ തെറ്റുകൾ മനസ്സിലാക്കി കുറ്റബോധം തോന്നി അതെല്ലാം പരിഹരിച്ച് നല്ലൊരു മനുഷ്യനായി മുരളി തിരിച്ചു വരികയാണ് സ്വന്തം നാട്ടിലേക്ക്, സ്വന്തം വീട്ടിലേക്ക്. ഇവിടെ എത്തിക്കഴിയുമ്പോൾ എല്ലാം നഷ്ടപ്പെട്ടിരിക്കുകയാണ്. സ്വന്തം വീടില്ല, അച്ഛനും അമ്മയും ഇവിടെയില്ല, നാട്ടുകാരെ അവഗണിക്കുന്നു, വീട്ടുകാരെ അവഗണിക്കുന്നു, കൂട്ടുകാരെ അവഗണിക്കുന്നു. അങ്ങനെ എല്ലാം കൊണ്ടും തകർന്നിരിക്കുകയാണ്. അപ്പോൾ വളരെ എന്താ പറയുക, നമുക്കെല്ലാവർക്കും മനസ്സിൽ ടച്ച് ചെയ്യുന്നൊരു ടൈമാണ്. അപ്പോൾ ഇനിയൊന്നുമില്ല, ഇനി ജീവിതമില്ല എന്നുള്ള ഒരു അവസരത്തിൽ മുരളി എന്ന ആ ക്യാരക്ടർ മരിക്കാൻ, അതായത് ജയേട്ടൻ മരിക്കാൻ വേണ്ടിയിട്ട്, ജയേട്ടനല്ല മുരളി മരിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ വന്ന് നിൽക്കുകയാണ്. അപ്പം ജയസൂര്യ ഇവിടെ വന്ന് നിൽക്കുമ്പോൾ അന്ന് ഇവിടെ ഇതൊന്നും ഇല്ല കേട്ടോ, ഈ നെറ്റൊന്നും വെച്ചിട്ടൊന്നുമില്ല. ഇത് കുറച്ചുകൂടെ പഴക്കം ചെന്ന പോലെയാണ് കാണിച്ചിരിക്കുന്നത്. ഇവിടെ വന്ന് നിൽക്കുകയാണ്. ഇവിടെ വന്ന് നിന്നിട്ടാണ് ഇതിൻ്റെ മുകളിൽ കയറി നിൽക്കുകയാണ്. മുകളിൽ ഞാനിപ്പോൾ കയറി നിൽക്കുന്നില്ല, ഓക്കെ. ഇവിടെ നിന്നിട്ടാണ് താഴേക്ക് മരിക്കാൻ വേണ്ടിയിട്ട് എടുത്ത് ചാടുന്നത്. അതിനുശേഷമാണ് ഇവിടെ ആൾക്കാരെല്ലാം വന്ന് കൂടുന്നത്. ജയസൂര്യ അതിനകത്ത് സ്വയം ആത്മഹത്യ ചെയ്യാൻ വേണ്ടി പോവുകയാണ്. ആത്മഹത്യ ചെയ്യാൻ വേണ്ടി പോകുന്ന ഒരു മാവുണ്ട്. ആ മാവ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ആ സിനിമയിൽ. ആ മാവാണിത്. ഇവിടെ നിന്ന് പെട്ടെന്ന് ചാടി കയറി വന്നിട്ട് ഇവിടെ നിന്ന് പെട്ടെന്ന് നടന്നു വന്നിട്ട് ഇവിടെ നിന്ന് ഒരു നെറ്റ് എടുക്കുന്നു. നെറ്റ് എടുത്തിട്ട് വേഗം ഇവിടെ വരുന്നു. ഇവിടെ വന്നിട്ട് ഈ ഭാഗത്ത് ഒരു ഏണി വെച്ച് കൊടുക്കുകയാണ്. ഏണി വെച്ച് കൊടുത്തിട്ട് നേരെ കയറും. കയറിയിട്ട് ഈ ഭാഗത്ത് ഇരിക്കും. ഈ ഭാഗത്തിരുന്നിട്ട് ഏകദേശം ഈ ഭാഗമാണ് കേട്ടോ. ഈ ഭാഗത്തിരുന്നിട്ടാണ്, ഞാൻ മുകളിലേക്ക് കയറുന്നില്ല കാരണം ഇപ്പം ആ ഏണിയൊന്നും ഇല്ല, മുകളിലേക്ക് കയറിയിട്ട് ഇവിടെ നിന്നാണ് താഴേക്ക് ചാടാൻ വേണ്ടി നിൽക്കുന്നത്. അതിനുശേഷം വൈഫ് വന്നിട്ട് നേരെ വന്നിട്ട്, അതായത് ഈ മുരളിയുടെ ഭാര്യ വന്നിട്ട് നേരെ ഒരു അതായത് തോട്ടിയും കൊണ്ട് വരികയാണ്. തോട്ടിയും കൊണ്ട് വരുമ്പോഴത്തേന് നീ കുത്തിയിടാൻ നോക്കണ്ടടി എന്നൊക്കെ പറയും. അപ്പോൾ ആൾ വന്നിട്ട് മാങ്ങ പറിച്ചിട്ട് പോകുന്ന സീനാണ്. അത് ഇവിടെയാണ് കേട്ടോ. അപ്പം ഈ ജയസൂര്യയുടെ അമ്മ ഇരിക്കുന്നത് ഈ പൈപ്പിൻ ചോട്ടിലാണ്. അവർ അരക്കുന്നത്, തേങ്ങ അരക്കുന്നത് ഈ അരകലിൻ്റെ ഇവിടെ ആയിട്ടാണ് കേട്ടോ. ഈ ഭാഗത്താണ് ആ ഒരു ഷൂട്ട് നടന്നത്. കുഞ്ഞ് ജിഞ്ചന്നാക്കിഡിയൻസിനെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇവരുടെ വീടാണ് കേട്ടോ. ഭാവിയിൽ എന്താ പറയുക, കുറേ നാളിന് ശേഷം ഇവനൊക്കെ നല്ലോണം അറിവാകുമ്പോഴത്തേനും പറയാം, എൻ്റെ വീട്ടിലായിരുന്നു പണ്ട് ജയസൂര്യ വന്ന് അഭിനയിച്ച് നല്ല കിടുവാക്കിയ വീട്, എൻ്റെ വീടായിരുന്നു എന്നൊക്കെ അഭിമാനത്തോട് പറയാം കേട്ടോ. അപ്പോൾ സിനിമ കണ്ടായിരുന്നോ കൂട്ടെ? സിനിമ കണ്ടായിരുന്നോ? ഇഷ്ടപ്പെട്ടോ? അടിപൊളിയായിരുന്നോ? മോളിസ് കണ്ടോ? അടിപൊളിയാണോ? ഈ സ്പോട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ മുരളി എന്ന ക്യാരക്ടർ ജയസൂര്യ അകത്ത് നിന്ന് മോളുടെ മാല മോഷ്ടിച്ചിട്ട് എടുത്തിട്ട് വരികയാണ്. ഇതുവരെ അതായത് ഊരിയിട്ട് കൊണ്ടുവരികയാണ്, അതും വെള്ളം അടിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇവിടെ എത്തുമ്പോഴാണ് ഭാര്യ പിടിക്കുന്നത്. ഇവിടെ എത്തുമ്പോഴത്തേനാണ് ഇവർ പിടിച്ചിട്ട് ഇവർ തമ്മിലോട്ട് അടിയുണ്ട് ഇവിടെ. അതായത് ആ മാല തിരിച്ചു കൊടുക്കാൻ പറഞ്ഞിട്ട് വൈഫ് ആളോട്
ചൂടാവുന്നു. അപ്പോൾ ഇവർ തമ്മിലുള്ള ചെറിയൊരു അടി ഏടിയൊക്കെ. അപ്പോൾ അത് കഴിഞ്ഞിട്ടാണ് ഇവിടെ നിന്ന് അതായത് ജയസൂര്യയുടെ കണ്ണിലേക്ക് ഈ ചമ്മന്തി അരച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പുറത്തെ വൈഫ് ചമ്മന്തി അരച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ അതെടുത്തിട്ട് കണ്ണിലേക്ക് തേക്കുന്നത്. എന്നിട്ട് പുള്ളിക്കാരത്തി ഓടിപ്പോവും. അതിനുശേഷം ജയസൂര്യ ഇവിടെ ഇങ്ങനെ പിടിച്ചുകൊണ്ട് പോകുന്ന വെള്ളം, അതായത് മോൻ കഴിയാൻ വേണ്ടി പോകുന്ന ഒരു സീനുണ്ട്. അമ്മ എന്നെ ഇവള് കൊല്ലാൻ നോക്കുന്നതൊക്കെ പറഞ്ഞിട്ട് ഇവിടെ വന്നിട്ട് വെള്ളം എടുത്തിട്ട് മോൻ കഴിയുന്ന സ്ഥലമാണ് കേട്ടോ. അത് ഈ പൈപ്പിൻ്റെ ഈ ഒരു ലൊക്കേഷനാണ് അവിടെ കാണിച്ചേക്കുന്നത്. ആൾ കൂടി നടന്നു വരുവാണ്. ഇവിടെ നടന്നു വരുമ്പോഴാണ് ആൾ കടം മേടിച്ച് ചേച്ചി വന്ന് ഇവിടെ കടം ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. മുരളിയേട്ടൻ എൻ്റെ 500 രൂപ തരാൻ പറഞ്ഞിട്ട്. അപ്പോൾ മുരളിയേട്ടൻ ഇത് കൊടുക്കുന്നില്ല, അതായത് ജയസൂര്യ ഇത് കൊടുക്കുന്നില്ല. അതിനുശേഷം ഇങ്ങോട്ട് കയറിയാണ്. ഇതുകൂടി കയറി നിൻ്റെ പൈസ പിന്നെ തരാമെന്ന് പറഞ്ഞിട്ട് ഓടി വരികയാണ്. വാനിൽ ചങ്ങായിമാർ ഇതുകൂടി വരുന്നുണ്ട്. എന്നിട്ട് ചാടി വാനിലേക്ക് കയറുന്നു, ഇവിടുന്ന് പോകുന്നു. അപ്പോൾ ആ ഒരു സീനാണ് കേട്ടോ ഇവിടെ ക്രിയേറ്റ് ചെയ്തത്. അപ്പം നമ്മൾ സിനിമയിൽ കാണുമ്പോഴത്തേനും വലിയ റോഡായിട്ട് തോന്നും. അപ്പോൾ ഇത് വളരെ ഒരു എന്താണ് ഇടുങ്ങിയൊരു സ്ഥലമാണ്. അവിടെ മാക്സിമം നല്ല രീതിയിൽ അവർ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ എല്ലാം നഷ്ടപ്പെട്ട് മുരളി ഇവിടെ വന്നിരിക്കുകയാണ്. ഈ സ്പോട്ടിലാണ് വന്നിരിക്കുന്നത്. അതായത് ജയസൂര്യ അഭിനയിക്കുന്നത് ഈ ഏരിയയിൽ നിന്നാണ്. അപ്പം നല്ലോണം വിശക്കുന്നുണ്ട്, ഭക്ഷണം തരാൻ പോലും ആരുമില്ല. അപ്പോഴത്തേനാണ് ഇവിടെ ഈ ഭാഗത്തൊരു പച്ചയായിട്ടുള്ളൊരു അതായത് വാഴക്കൊല ഇരിക്കുന്നത്. അപ്പോൾ വാഴക്കൊലയിൽ നിന്ന് പച്ചക്ക പറിച്ചിട്ട് ഈ ഭാഗത്തു നിന്നാണ് ഒരിഞ്ഞ് തിന്നുന്നത്. അപ്പോഴത്തേന് ആരോ ഒരാൾ ഈ ഭാഗത്ത് ഫുഡ് കൊണ്ട് കൊടുക്കുമ്പോഴത്തേന് ആർത്തിയോടെ കഴിക്കുകയാണ്. ആർത്തിയോടെ കഴിക്കുമ്പോഴത്തേന് ആ ഒരു വിശപ്പിൻ്റെ ആ ഒരു സീൻ വളരെ ഭംഗിയായിട്ട് തന്നെ അഭിനയിച്ചേക്കാണ്. പിന്നെ ഈ ഒരു വീടിൻ്റെ ഈ ചുറ്റുപാടൊക്കെ എന്താ പറയുക വളരെ നല്ല രീതിയിൽ അവർ മാറ്റി. ഒരു എന്താ പറയുക ഫ്രെയിമിൽ കാണുമ്പം ഇപ്പോൾ കാണുന്ന വീടാണോന്നേ നമുക്ക് തോന്നത്തില്ല. അതേപോലെ തന്നെ എന്താ പറയുക ആ മദ്യപാനിയായിട്ടുള്ള മുരളിയെ ജീവിച്ചു കാണിക്കുകയായിരുന്നു നമ്മുടെ ജയസൂര്യ. അങ്ങനെ നമ്മൾ കറങ്ങിത്തിരിഞ്ഞ് തൃച്ചംബരം ക്ഷേത്രത്തിലെ ഒരു ആൽത്തറയിൽ വന്നിരിപ്പുണ്ട്. ഈ ആൽത്തറയെ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ആ സിനിമയിലെ മറ്റൊരു എന്താ പറയുക നല്ല നാച്ചുറാലിറ്റി വരുന്ന ഒരു സീനായിരുന്നു. അതായത് നമ്മുടെ ജയസൂര്യ, അതായത് ഈ മുരളി എന്ന ആൾക്ക് ഒരു എന്താണ് വെള്ളമടിക്കാൻ ഒരു വകുപ്പും ഇല്ലാതെ ആൾ ഇവിടെ ഇരിക്കുകയാണ്. ചങ്ങായിമാരുമായിട്ട് കാര്യമൊക്കെ പറഞ്ഞിരിക്കുകയാണ്. അതായത് ഈ ഏരിയയിലാണ് കേട്ടോ അവരിരുന്നത്. അപ്പോൾ അവർ ഈ അതായത് ഇവിടുത്തെ തണുപ്പിനെക്കുറിച്ചും അതെന്തുകൊണ്ടാണ് എന്നൊക്കെ അവർ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ ഏരിയയിൽ. അപ്പോഴാണ് അടുത്തൊരു ചങ്ങായി വന്നിട്ട് പറയുന്നത്, എടാ നിൻ്റെ മച്ചനും വന്നിട്ടുണ്ടായിരുന്നു, നീ കണ്ടില്ലേ എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ജയസൂര്യ ഭയങ്കരം, അതായത് ആ മുരളി ഭയങ്കരം എന്താണ് എക്സൈറ്റ് ആയിട്ട് ചാടി ഇറങ്ങിയിട്ട് വന്നിട്ടുണ്ടായിരുന്നു, എന്നെ വിളിച്ചിട്ട് കിട്ടിയില്ല എന്ന് പറഞ്ഞിട്ട് ചാടി ഇറങ്ങുന്ന ഏരിയ ആണ് ഇത്. അപ്പോൾ ഇവിടെ നിന്നാണ് എന്നിട്ട് ഫോൺ എടുത്തിട്ട് ഫോൺ അപ്പത്തിന് സ്വിച്ച് ഓഫ് ആണ് ആളുടെ. എന്നിട്ട് ഇവിടുന്ന് ഫോൺ എടുത്തിട്ട് നേരെ മച്ചുവിൻ്റെ വീട്ടിലേക്ക് പോകുന്നത്. അപ്പം അവരെല്ലാവരും കാര്യം പറഞ്ഞിരുന്ന ഒരു ഏരിയ ആണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ജയേട്ടൻ വന്നിരുന്ന ഒരു സ്ഥലമാണ്. അപ്പോൾ ഈ സ്ഥലം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പറയുന്നത് പോലെ തന്നെയാണ്. നമ്മളിവിടെ വന്നിരിക്കുമ്പോഴത്തേന് നല്ല കൂൾ എന്താണ് വല്ലാത്തൊരു അറ്റ്മോസ്ഫിയർ തന്നെയാണ്. അതൊരു ആൽത്തറയുടെ ചൂട്ടിൽ നമ്മൾ വന്നിരിക്കുമ്പോൾ നമുക്കറിയാലോ എത്രത്തോളം അത് ഫ്രഷ്നെസ് ആണെന്ന്. കാരണം ഏറ്റവും കൂടുതൽ ഓക്സിജൻ കിട്ടുന്ന ഓക്സിജൻ തരുന്ന ഒരു വൃക്ഷമാണല്ലോ ആല്. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്താ പറയുക ഇവിടെ വന്നിരിക്കുമ്പോൾ വല്ലാത്തൊരു ഫ്രഷ്നെസ് ഉണ്ട്. പിന്നെ ഇവിടെ തന്നെ വേറൊരു ഷൂട്ട് നടന്നിട്ടുണ്ട്, അത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. അത് സിനിമയിലെ ഏറ്റവും ക്ലൈമാക്സ് ആയിട്ടുള്ളൊരു സിറ്റുവേഷനിൽ അതായത് മുരളി എന്ന ആ ക്യാരക്ടറിൻ്റെ ജീവിതം തന്നെ മാറ്റിമറിക്കുന്ന ഒരു തോട്ട് കിട്ടുന്ന ഒരു സ്ഥലമുണ്ട്. അത് ഇവിടെ നിന്ന് തന്നെയാണ് ഷൂട്ട് ചെയ്തേക്കുന്നത്. നമുക്ക് അപ്പുറത്തേക്ക് പോയിട്ടത് കാണാം. ഇവിടെ ഇരുന്നിട്ടാണ് ആൾക്ക് ഈ മുരളി എന്ന് പറഞ്ഞ ആൾക്കൊരു വലിയൊരു ഐഡിയ കിട്ടുന്നത്. അതായത് നമുക്കെല്ലാം നഷ്ടപ്പെട്ടു പോയാലും നമുക്ക് വേണ്ടത്, നമുക്ക് ജീവിതത്തിൽ രക്ഷപ്പെടാനുള്ളതെല്ലാം നമുക്ക് ചുറ്റും നമ്മുടെ നാട്ടിൽ തന്നെ ഉണ്ട്, നമുക്ക് ചുറ്റുമുണ്ട്. നമ്മളത് കാണണം എന്ന് മനസ്സിലാക്കിയ ഒരു ഏരിയ ആണ്. അപ്പോൾ ഇവിടെയാണ് നമ്മുടെ ജയസൂര്യ കിടന്നിട്ട് ഇവിടെ കിടക്കുമ്പോഴാണ് ഈ കല്ലിനെ കുറിച്ചുള്ളൊരു ഐഡിയ ആൾക്ക് ഉദിക്കുന്നത്. നല്ല തണുപ്പുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു ഐഡിയ ഉദിക്കുമ്പോഴത്തേന് ഈ ഒരു ഫ്രഷ്നെസ്, ഈ ഒരു ആൾത്തറ, കാരണം എല്ലാം നഷ്ടപ്പെട്ടു, ഇനി എന്താണ് ഒരു പുതിയൊരു ജോബ് കിട്ടുന്നില്ല, അവസരങ്ങൾ കിട്ടുന്നില്ല, ജീവിതത്തിൽ ഒരു പ്രകാശം പോലും ഇല്ലാതെ, ജീവിതത്തിൽ ഇനി എന്ത് ചെയ്യണമെന്ന് അറിയാതെ ആൾ ഇവിടെ വന്നിരിക്കുകയാണ്, ഇവിടെ വന്ന് കിടക്കുകയാണ് കേട്ടോ. ഇവിടെ വന്ന് കിടക്കുമ്പോഴത്തേനാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ജസ്റ്റ് ഒന്ന് തിരിഞ്ഞ് കിടക്കുമ്പോൾ ഈ കല്ലിൻ്റെ ഒരു തണുപ്പ് ആളുടെ ലൈഫിനെ തന്നെ മാറ്റിമറിക്കുന്നത്. അങ്ങനെയാണ് ആൾ ഇതിൻ്റെ ഒരു പ്രൊഡക്റ്റ് ആക്കിയിട്ട് കൊണ്ടുപോയി അത് സെല്ല് ചെയ്യുന്നത്. അങ്ങനെയാണ് ആളുടെ ജീവിതം തന്നെ മാറി മറിയുന്നത്.
അപ്പോൾ ആ ഒരു സീനിലെ ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥലം ക്രിയേറ്റ് ചെയ്തതാണ് കേട്ടോ ഈ ഒരു സ്ഥലം. പിന്നെ ഈ സ്ഥലം കണ്ടുപിടിക്കാൻ ഇവിടെയുള്ള ചേട്ടന്മാരും എല്ലാവരും നല്ല രീതിയിൽ ഹെൽപ്പ് ചെയ്തു. എല്ലാവർക്കും വന്ന് ചേട്ടാ ഈ വെള്ളം ഷൂട്ട് ചെയ്ത സ്ഥലം എവിടെയാണെന്ന് ചോദിക്കുമ്പോഴത്തേനും അവർ കറക്റ്റായിട്ട് പറഞ്ഞു തരും, ഇതാ ആ സ്ഥലമാണെന്ന്. ഈ സ്ഥലം നമുക്ക് കറക്റ്റ് അറിയത്തില്ലായിരുന്നു. അപ്പോൾ ഇവിടെ വന്നപ്പോഴത്തേനാണ് നമ്മളോട് കുറച്ച് ചേട്ടന്മാർ അപ്പുറത്തുണ്ട്, പിന്നെ ഇവിടുത്തെ സെക്യൂരിറ്റി ഉണ്ട്. അപ്പോൾ ഇവരെല്ലാം നമ്മളോട് പറഞ്ഞു തന്നെ ഇത് ഇവിടെയാണ് ഒരു സീൻ ക്രിയേറ്റ് ചെയ്ത് അവർ കിടക്കുന്ന സ്ഥലം, അതായത് ജയസൂര്യ ഇവിടെ കിടക്കുന്ന സ്ഥലം ഇവിടെയാണെന്ന് പറഞ്ഞത്. പിന്നെ ആൽത്തറ ഞങ്ങൾ വിചാരിച്ചു ഇത് ഈ ആൽത്തറയാണെന്ന്, പക്ഷേ ഈ ആൽത്തറയല്ല കേട്ടോ, ഇതിൻ്റെ അപ്പുറത്തൊരു ആൽത്തറയുണ്ട്, അതാണ്. പിന്നെ ഇതിൻ്റെ ബാക്കിൽ ഇവിടെ കിടക്കുമ്പോഴത്തേന് ബാക്കിൽ ഇതുപോലുള്ള ഈ സംഭവങ്ങൾ, അതായത് ബാക്കിൽ ഇവിടെ നമ്മൾ പോകേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പണ അതിനകത്ത് കാണിക്കുന്നുണ്ട്, അതായത് ജയസൂര്യ കല്ല് വെട്ടുന്ന ആ ഒരു സ്ഥലം. ഇനി അങ്ങോട്ടേക്ക് പോവുകയാണ്, കുറച്ച് എന്താണ് കഷ്ടപ്പെടണം, എങ്ങോട്ടാണ് പോകേണ്ടതെന്നൊന്നും അറിയത്തില്ല. കുറച്ച് പോയി ആൾക്കാരോടൊക്കെ ചോദിച്ചിട്ട് നമുക്ക് അങ്ങോട്ടേക്ക് പോവാം. കുത്തേ ബാ. വെയിലും അപ്പോൾ അവിടെ ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ പറഞ്ഞു തരുമെന്നാണ് പറഞ്ഞത്. നമ്മൾ പറഞ്ഞപ്പോഴത്തേന് നമ്മൾ ഓരോ വീഡിയോ കാണിക്കുമ്പോഴത്തേനും വളരെ സിമ്പിളായിട്ട് നമുക്ക് ഓരോ സ്ഥലങ്ങൾ കാണാൻ പറ്റും. ആകെ ഡൗട്ടായി, ഇങ്ങനത്തെ സ്ഥലമാണ് നോക്കി ഇതുണ്ടോ, ടോട്ടൽ ഇങ്ങനത്തെ ഒരു സ്ഥലമാണ്. എൻ്റെ അമ്മോ, ഇവിടെ ആണെങ്കിൽ പൊടിയും മണ്ണും അങ്ങനത്തെ ഒരു ഏരിയ. നമുക്ക് ആരുടെങ്കിലും ചോദിക്കാം. അപ്പോൾ ഈ ഒരു സ്ഥലം കണ്ടുപിടിക്കാനാണ് ഞാനും ഉജിത്തും കുറച്ചൊന്ന് കഷ്ടപ്പെട്ടത്. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു പണ കാര്യം 1 വർഷമായി ഇത് ഷൂട്ട് ചെയ്തിട്ട്. അപ്പോൾ ഈ സ്ഥലം കണ്ടുപിടിക്കാൻ കുറച്ചൊന്ന് ബുദ്ധിമുട്ടി. അപ്പോൾ ഇവിടെ വന്നപ്പോഴത്തേന് ഇതിൻ്റെ ആൾക്കാരോട് ചോദിച്ചപ്പോഴത്തേന് ഇതാണ് സ്ഥലം, ഇതാണ് പണം എന്ന് ഞങ്ങൾക്ക് കാണിച്ചു തന്നു. അപ്പോൾ ആ ജയസൂര്യ കട്ട മുറിക്കുന്ന സ്ഥലമൊക്കെ താഴെയാണ്. ഇവിടുന്ന് വണ്ടി കൊണ്ട് നിർത്തിയിട്ട് ഇറങ്ങിപ്പോവുകയാണ്. നമ്മൾ ജയസൂര്യ കട്ട മുറിക്കുന്ന ആ ഒരു പണയിലാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് കേട്ടോ. പോയിത്തേ ഇവിടം വരെ എത്തിയപ്പോൾ മടുത്താ? എങ്ങനെയുണ്ട് ഡ്രൈവിങ് ഉണ്ടായിരുന്നു? ഇനി ഇതുപോലുള്ള ലൊക്കേഷൻ നമുക്ക് കാണാൻ പോകണം. സത്യം പറഞ്ഞാൽ ഉജിത്ത് മടുത്ത് കേട്ടോ. ശരിക്കും എന്താ ഇവിടെ ഈ കട്ട മുറിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേന് ഇതാ ഇതുപോലെ ഇങ്ങനെ മുറിച്ചെടുക്കുന്ന ഒരു സീനൊക്കെ ഉണ്ട്. ഇതുപോലെ ഇങ്ങനെ മുറിച്ചെടുത്ത് കയറ്റി വിടുന്നത് ഒരു സംഭവമൊക്കെ ഉണ്ട്. അപ്പോൾ അത് നടക്കുന്നത് ഈ ഏരിയയിലാണ് കേട്ടോ ഇത് നടക്കുന്നത്. അതുപോലെ തന്നെ അതിൻ്റെ യൂട്യൂബിൽ വേറൊരു വീഡിയോ ഉണ്ടായിരുന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലെ ജയസൂര്യ കട്ട മുറിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേന് ആ കട്ട മുറിക്കുന്ന അതായത് മിഷ്യൻ അത് തെറിച്ച് അങ്ങോട്ടേക്ക് പോവുകയും ജയസൂര്യ ഈ സൈഡിലേക്കോ ആ സൈഡിലേക്കോ അങ്ങോട്ട് തെറിക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ നമുക്ക് മനസ്സിലാവുന്നില്ല. ഏകദേശം 1 വർഷമായല്ലോ. 1 വർഷമായതുകൊണ്ട് ഒരുപാട് മാറ്റങ്ങളുണ്ട് കേട്ടോ. ഇപ്പോൾ ലാസ്റ്റ് ഒരു സീൻ ഇവിടെ ഞാനിവിടെ കണ്ടുവച്ചിട്ടുണ്ട്, അതുകൂടെ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഈ ഒരു സ്ഥലം കാണിച്ചു തരാൻ ഞങ്ങൾ ഒരുപാട് അടുത്ത് ചോദിച്ചു, കുറേ പേരുടെ അടുത്ത് സ്ഥലം ചോദിച്ചു. അങ്ങനെ എന്താ പറയുക, ശരിക്കും ബുദ്ധിമുട്ടിയിട്ടാണ് ഇവിടം വരെ എത്തിയത് കേട്ടോ. നമ്മുടെ ഈ സിനിമയിലെ അതായത് ജയസൂര്യ വെള്ളമടിച്ച് ഓഫായി കിടക്കുന്ന മരവും അതിൻ്റെ സ്ഥലമാണ് കേട്ടോ. നിങ്ങൾക്ക് ആ സീൻ കണ്ടവർക്ക് മനസ്സിലാവും, തിയേറ്ററിൽ പോയി കണ്ടവർക്ക്. അവരുടെ അച്ഛൻ ഈ സ്റ്റെപ്പ് ഇറങ്ങി ഇതുവഴിയാണ് നടന്നു വരുന്നത്. ഇതുവഴി ഇങ്ങനെ നടന്നു വരും. ഇവിടെ നിന്ന് നടന്നു വരുമ്പം സ്വന്തം മോൻ ഇവിടെയാണ്, ഈ ഭാഗത്ത് ഇങ്ങനെ കിടക്കുകയാണ്, ഓഫായി കിടക്കുകയാണ്. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഏതൊരച്ഛനും സ്വന്തം മോൻ വെള്ളമടിച്ച് ഇതുപോലെ കിടക്കുമ്പോഴത്തേന് എന്തൊരു വിഷമം ഉണ്ടാവും. കാരണം കൂട്ടത്തിൽ വേറൊരാളുകൂടെ ഉണ്ട്. ആൾ പറയാം എൻ്റെ മോൻ ഇന്ന സ്ഥലത്ത് ജോലി കിട്ടിയെന്ന് പറയുമ്പോഴത്തേന് വേറൊരാൾ സ്വന്തം അച്ഛൻ നടന്നു വരുമ്പം തൻ്റെ മോൻ ഇവിടെ കിടക്കുകയാണ്. വല്ലാത്തൊരു അവസ്ഥ തന്നെയല്ലേ, ആർക്കും അങ്ങനെ ഉണ്ടാവാതിരിക്കട്ടെ. അപ്പോൾ എന്താ പറയുക, നമ്മുടെ ജയസൂര്യ അഭിനയിച്ച വെള്ളമടിച്ച് ഓഫായി കിടക്കുന്ന സ്ഥലമാണ് കേട്ടോ. അതായത് ഈ മരവും ഈ ചോടും ഇവിടെ. ഈ സ്ഥലം ഇത് തന്നെയാണെന്ന് എനിക്ക് മനസ്സിലായത്. അതായത് ആ സീൻ കണ്ടപ്പോഴത്തേനും ഈ ബാക്കിൽ നമ്മുടെ ഈ പാലം അടിപൊളിയായിട്ട് കാണുന്നുണ്ടായിരുന്നു. പിന്നെ ഇവിടെയുള്ള ചേട്ടന്മാരോടൊക്കെ വന്ന് ചോദിച്ചപ്പോഴത്തേനും അവർ പറഞ്ഞു ഇത് തന്നെയാണ് സ്ഥലം, ഇവിടെയാണ് കേട്ടോ ആൾ ഓഫായി കിടന്നത്. സോ ബഡീസ്, അപ്പോൾ നമ്മൾ വീഡിയോ വൈൻഡപ്പ് ചെയ്യാൻ വേണ്ടി പോവുകയാണ് കേട്ടോ. അപ്പോൾ ഞാനും ഉജിത്തും ഒരുപാട് ഇടത്തൊക്കെ കറങ്ങി സത്യം പറഞ്ഞു കഴിഞ്ഞാൽ മടുത്ത് കേട്ടോ. അതായത് ഈ ലൊക്കേഷൻ കാണിക്കുക എന്ന് പറഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. കാര്യം നമ്മൾ ആ സ്ഥലം കണ്ടുപിടിക്കണം, ആ സ്പോട്ട് കണ്ടുപിടിക്കണം. എന്താ പറയുക, നമ്മൾ സ്റ്റാർട്ടിങ് വെള്ളത്തിൻ്റെ അടുത്ത് തന്നെ പറഞ്ഞു
ഇനി എൻഡിങ് നമ്മൾ വെള്ളത്തിൻ്റെ അടുത്ത് തന്നെ പറയാം. വെള്ളം എന്ന പടത്തിൽ ഫുള്ള് വെള്ളമാണല്ലോ, അപ്പോൾ നമ്മളും വെള്ളത്തിൻ്റെ അരികിൽ നിന്ന് തന്നെ ഔട്ട്രോ പറയുകയാണ്. സോ നിങ്ങൾ ആ സിനിമ കണ്ടിട്ടില്ലെങ്കിൽ എല്ലാവരും തിയേറ്ററിൽ പോയി കാണുക കേട്ടോ. സോ ബഡീസ്, അപ്പോൾ ഞങ്ങൾ വിടുകയാണ്. അപ്പോൾ ഇതെങ്ങനെയുണ്ട് നമ്മുടെ ലൊക്കേഷൻ കാഴ്ച? കുഴപ്പമില്ല, ഓക്കെ. ഉജിത്ത് സത്യം പറഞ്ഞാൽ ശരിക്കും മടുത്തു കേട്ടോ. കാരണം ഞങ്ങൾ ഓരോ സ്ഥലങ്ങൾ ഓടി എത്തണ്ടേ. അതായത് നമ്മൾ ഉദ്ദേശിച്ച സ്ഥലങ്ങളൊക്കെ അടുത്തടുത്താണെന്നാണ് വിചാരിച്ചത്, പക്ഷേ എല്ലാം നല്ല ലോങ് ആയിരുന്നു. പക്ഷേ എല്ലാം എന്താ പറയുക, ഇവിടം വരെ എത്താൻ നമ്മളെ സഹായിച്ച ഒരുപാട് പേരുണ്ട്. അവർക്കൊക്കെ ഒരുപാട് താങ്ക്സ്. അപ്പോൾ എന്താ പറഞ്ഞാൽ നമുക്ക് റൂട്ട് പറഞ്ഞു തന്നു, അതുപോലെ സ്ഥലങ്ങൾ എവിടെയാണെന്ന് പറഞ്ഞു തന്നു, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു തന്ന എല്ലാവർക്കും താങ്ക്സ്. അപ്പോൾ ഞാൻ വീണ്ടും പറയുകയാണ്, എല്ലാവരും വെള്ളം സിനിമ പോയി കാണുക കേട്ടോ. നിങ്ങൾക്ക് നമ്മുടെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം കേട്ടോ. പിന്നെ നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങൾ കമൻറ്റായിട്ട് അറിയിക്കണം. കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഒരുപാട് എഫേർട്ട് എടുത്തിട്ടാണ് ഇതുപോലെ ഓരോ സ്ഥലങ്ങളെല്ലാം കാണിച്ചു തരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് അടിക്കണം കേട്ടോ. അപ്പോൾ നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ കാത്തിരിക്കും. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ചാനൽ നിങ്ങളിത് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ ചെയ്യണം. പിന്നെ അടുത്തുള്ള ബെല്ലൈക്കൻ ഇടിച്ചങ്ങ് പൊട്ടിച്ചേക്കുക. അപ്പോൾ നമുക്ക് വീഡിയോ വൈൻഡപ്പ് ചെയ്യും. അപ്പോൾ ഞങ്ങൾ വീഡിയോ വൈൻഡപ്പ് ചെയ്യണം കേട്ടോ. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ നമുക്ക് പിരിഞ്ഞാലോ? പിരിയാം. ഓക്കെ, ബൈ. Always do it on my own, so I gotta get through it. And the only thing I know is to love what I'm doing. Never give up, never slow, till I finally prove it. Never listen to the no's, I just wanna keep moving. Keep my head up when I act, head up, that's a fact. Never looking back, I'ma keep myself on track. Keep my head up, staying strong, always moving on. Feel I don't belong, tell my thoughts to move along. Push myself to be the best, die with no regrets. Live with every breath, see my message start to spread. And I